പാലക്കാട് എന്ന വാർത്ത വരുന്നു. മുണ്ടൂരിൽ യുവാവ് അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മുണ്ടൂർ കുന്നക്കാട് സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഈ ആക്രമണത്തിന് കാരണം? ശ്രീജിത്ത്, മദ്യപിച്ചുണ്ടായ തർക്കമാണ് എന്നാണ് പോലീസിന് പ്രാഥമികമായി നാട്ടുകാർ നൽകിയിരിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ എടുത്തു പറയേണ്ടത് ഈ മണികണ്ഠനും അതുപോലെ തന്നെ വിനോദും ചേർന്നിരുന്ന് ഇന്നലെ മദ്യപിച്ചു. അതിനുശേഷം ഇവിടെയാണ് മണികണ്ഠൻ താമസിക്കുന്നത്. മണികണ്ഠനും വിനോദും ചേർന്ന് മദ്യപിച്ചു. മണികണ്ഠൻ ഇലക്ട്രീഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ വീട് ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. ഭാര്യയൊന്നും ഇല്ല, ഭാര്യ ഒക്കെ ഉപേക്ഷിച്ച് പോയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ രണ്ടുപേരും ചേർന്ന് മദ്യപിച്ചു. എന്തോ ഒരു തർക്കം ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഈ മദ്യക്കുപ്പികളുടെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ക്യാമറമാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പിന്നീട് തർക്കമുണ്ടായി. അങ്ങനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. എന്തായാലും അയൽവാസിയായ ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഡിവൈഎസ്പി സി സുന്ദരൻ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. അദ്ദേഹം പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളോട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ചിട്ട് തന്നെ പൂർത്തിയാക്കും. അതിന് പൂർവ്വവൈരാഗ്യം എന്തെങ്കിലും നമ്മൾ പൂർവ്വവൈരാഗ്യം പ്രത്യേകിച്ചില്ല. പൂർവ്വവൈരാഗ്യങ്ങളൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല. അത് നോക്കാം, കൂടുതൽ അന്വേഷിക്കാം. ഇപ്പോൾ വന്ന് കസ്റ്റഡിയിലുണ്ട്. പ്രതികൾ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഉണ്ടാവും. കൂടുതൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് ഇല്ല, നമുക്ക് ഇനി കൂടുതൽ അന്വേഷിച്ചിട്ട് പറയാം. മദ്യപിച്ചുണ്ടായ തർക്കമെന്ന ഒരു പ്രാഥമികമായ വിവരം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസിനുള്ളൂ. പക്ഷേ നാട്ടുകാർ വലിയ പരാതി ഈ രണ്ടുപേരെ കുറിച്ചും, മണികണ്ഠനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ വിനോദിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അവരെല്ലാവരും തന്നെ പറയുന്നത് സ്ഥിരം ഈ മേഖലയിൽ ഒരു ശല്യമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നാട്ടുകാരുടെ ചില പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. അവർ ആകെ വളരെ വിഷമത്തിലാണ്. കാരണം ഈ ഒരു പ്രദേശത്ത് സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും നടക്കാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. യെസ്, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് രാവിലെ ഈ ലഹരിക്കും അക്രമത്തിനുമെതിരായ ഈ നമ്മളുടെ പര്യടനം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ എത്തി നിൽക്കുമ്പോൾ 2 കൊലപാതകങ്ങളുടെ വിവരമാണ് ഇതിനോടകം ഈ ചുരുങ്ങിയ മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഒന്ന്, കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇവിടെ ഇതാ പാലക്കാട് മുണ്ടൂരിലാണ് യുവാവ് അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അത് മദ്യപിച്ചുണ്ടായ തർക്കമാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ജനങ്ങൾക്ക് ആ മേഖലയിൽ ഒരു ഭീതിയുണ്ട് എന്ന വിവരം കൂടി ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു.